എക്സാമിന് സ്ഥിരമായിട്ട് അത്യാവശ്യം നല്ല മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രാവൽ എസ്സേ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസ് എക്സാമിനും നിങ്ങൾ ഇതേ ചോദ്യം കണ്ടിട്ടുണ്ടാവും. പക്ഷേ 8 മാർക്കിന് ചോദിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എങ്ങനെയാണ് എഴുതിയെടുക്കേണ്ടത്, അതായത് ഒരു മാർക്കും പോകാത്ത രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ട്രാവൽ എസ്സേ അല്ലെങ്കിൽ ഒരു യാത്രാ അനുഭവക്കുറിപ്പ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു ഇത് ട്രിപ്പ് ഓഫ് ലഹോളയിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ട്രാവൽ എസ്സേ ഡിസ്ക്രൈബിങ് എ ട്രാവൽ എക്സ്പീരിയൻസ് യു ഹാഡ് റീസെൻ്റ്ലി. അടുത്ത കാലത്ത് നിങ്ങൾ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു യാത്രാ അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് 8 മാർക്കിനാണ് ചോദിക്കുന്നത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പുറവും അതിൻ്റെ അപ്പുറത്തെ പുറവും, അതായത് 2 പുറം എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. ഇനി അതിൽ എന്തൊക്കെയാണ് വരേണ്ടത് എന്നുള്ളത് കാരണമാണ് ഈ ഒരു 2 പേജ് എഴുതാൻ ഞാൻ പറയുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ ആ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു, അവിടെ കാണാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ അവിടെ കഴിച്ച ഭക്ഷണം എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോയത്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരുന്നു, അവിടുത്തെ ഒരു കാലാവസ്ഥയും അവിടുത്തെ ഒരു ആൾക്കാരും അവിടെ ആളുകളായിട്ട് സംസാരിച്ച സമയത്ത് നിങ്ങളുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസും എങ്ങനെയായിരുന്നു, നിങ്ങൾ അവിടെ ചെയ്തിട്ടുള്ള ഫൺ ആക്ടിവിറ്റീസ് എന്തായിരുന്നു, നിങ്ങൾ ആ ഒരു യാത്രയിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള ലെസൺസ് എന്തായിരുന്നു, നിങ്ങളുടെ ഒരു പേഴ്സണൽ ടേക്ക് എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു യാത്ര നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് എഴുതാമെന്നുണ്ടെങ്കിലും അല്ലേ, ജനറലി അത് നിങ്ങളെ മാറ്റിമറിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു പുതിയ വഴിത്തിരിവാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തട്ടിവിടാം. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. ലാസ്റ്റ് മന്ത് ഐ വെൻറ്റ് ഓൺ എ ട്രിപ്പ് ടു മൂന്നാർ വിത്ത് മൈ ഫ്രണ്ട്സ്. It is a beautiful hill station in Kerala, famous for its tea gardens and cool climate. As a bus climbed the winding roads, I could see the green hills, tall trees, waterfalls, and mist-covered valleys. The fresh air and peaceful surroundings made me feel relaxed and happy. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഒന്നാമത്തെ സെൻറ്റൻസിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇനി ആ പറഞ്ഞിട്ടുള്ള സ്ഥലം എന്തിനാണ് ഫേമസ്, അത് അവിടുത്തെ ടീ ഗാർഡൻസും അവിടുത്തെ കൂൾ ക്ലൈമറ്റും കാരണമാണ് ഏറ്റവും കൂടുതൽ ഫേമസ് എന്ന് കാണാം. ഇനി അവിടെ നിങ്ങൾ പോയ സമയത്ത് എന്തൊക്കെയായിരുന്നു കണ്ടത് എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ഒന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ കൊടുക്കാം. ഇനി നിങ്ങളുടെ ഫീലിങ്സ് അവിടെ വലിയൊരു ഫാക്ടറാണ്. ഈ കണ്ട സാധനങ്ങളൊക്കെ അല്ലേ നിങ്ങളെ എങ്ങനെയാണ് ഫീൽ ചെയ്യിപ്പിച്ചത് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. നിങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്, നിങ്ങളുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, അതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ വരേണ്ടത്. We started our journey early in the morning. We packed our water bottles, snacks, jackets, and small first aid kits. The roads were narrow in some places. കാരണം ആ യാത്രയെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. And we had to drive slowly because of sharp curves. അങ്ങനെ വളവും തിരിവുള്ളത് കാരണം നമ്മൾ വളരെ പതുക്കെയാണ് ഓടിച്ചു പോയത്. We stopped at a few viewpoints to take photos and enjoy the scenery. ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയുള്ള അനുഭവമാണ്. At noons, we had lunch. കാരണം നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചു എന്നുള്ളതും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്. At a small local restaurant and tasted delicious Kerala food. കാരണം നിങ്ങൾ അവിടെ എന്ത് ടൈപ്പ് ഓഫ് ഭക്ഷണമാണ് കഴിച്ചത് എന്നുള്ളതും ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഡ്യൂറിങ് ആ സ്റ്റേ വി വിസിറ്റഡ് ടീ പ്ലാന്റേഷൻ. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക്, നിങ്ങൾ എന്തൊക്കെ വിസിറ്റ് ചെയ്തു, എന്തൊക്കെ ആക്ടിവിറ്റികൾ ചെയ്തു. എക്കോ പോയിന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ. I enjoyed walking through the tree gardens and clicking pictures. The cool breeze and the sound of കണ്ടോ സൗണ്ടിനെ കുറിച്ചിട്ട് എന്തൊക്കെ കണ്ടു എന്തൊക്കെ കേട്ടു. Flowing water made the place magical. In the evening, we sat near our hotel and watched the sunset. The sky turned orange and pink, which was a wonderful sight. ഇത് നിങ്ങൾ കണ്ട കാര്യങ്ങളും നിങ്ങൾ കേട്ട കാര്യങ്ങളും. ഇനി ഇതാണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ ടേക്ക് എന്ന് പറയുന്നത്. പേഴ്സണൽ ടേക്ക് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഈ യാത്ര നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതാണ്. The trip gave me unforgettable memories. I felt free from stress and daily worries. നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ തോന്നിയിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. The natural beauty refreshed my mind and body. It was one of the best travel experiences of my life and I wish to visit Munnar again in the future. തരം കിട്ടിയാൽ ഒന്നുകൂടെ നിങ്ങൾ പോകാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് മൂന്നാർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മളൊരു ട്രാവൽ എസ്സേ എഴുതേണ്ടത്. യാത്രാ അനുഭവക്കുറിപ്പാണ്. എങ്ങോട്ട് പോയി, അവിടെ എന്തിനാണ് ഫേമസ് ആയിട്ടുള്ളത്, എന്തൊക്കെ നിങ്ങൾ അവിടെ കണ്ടു. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. രണ്ടാമത്തെ പാരഗ്രാഫ്, നിങ്ങൾ എങ്ങനെ അങ്ങോട്ട് പോയി, ആ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്ത് കഴിച്ചു.
രണ്ടാമത്തെ പാരഗ്രാഫ്. മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങൾ കണ്ടു, എന്തൊക്കെ കേട്ടു. നാലാമത്തെ പാരഗ്രാഫിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് എഴുതി വരുമ്പോൾ അല്ലേ, ഇത് അപ്പുറം ഇപ്പുറം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാനിത് കുറേ ഒന്നും ഇലാബറേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ അത്രയെങ്കിലും എഴുതണം, കാരണം 8 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി അവസാനത്തെ പാരഗ്രാഫിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ടേക്ക് എഴുതാം. ഈ ഒരു പാരഗ്രാഫ് അതായത് ഒരു പേജിൻ്റെ അരയെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾക്കിത് 2 പുറം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു ട്രാവൽ എസ്സേ എഴുതേണ്ടത്. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.